നമസ്കാരം, എല്ലാവർക്കും മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സിമ്പിളാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ചിക്കൻ ഉണ്ടാക്കി തീർക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുതിർന്നവർക്കും പിള്ളേർക്കും ആർക്കും എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. അടിപൊളി സംഭവമാണ്. വെരി ഹെൽത്തി. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് സ്കിൻലെസ് ബോൺലെസ് തൈ ചിക്കൻ അതാണ് ഏറ്റവും ഉണ്ടാക്കാൻ നല്ലത്. ബ്രസ്റ്റ് ചിക്കനും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ബ്രസ്റ്റ് ചിക്കൻ നമുക്ക് ഇച്ചിരി ടേസ്റ്റ് കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ബ്രസ്റ്റ് ചിക്കൻ വേണ്ടെന്ന് വിചാരിച്ചത്. ഇത് 1 കിലോയും 100 ഗ്രാമും ഉണ്ട്. മിക്കവാറും ഇതിൻ്റെ 100 ഗ്രാം നമുക്ക് വേസ്റ്റായിട്ട് കളയേണ്ടി വരും. ഇച്ചിരി പശളൊക്കെയുള്ളതൊന്ന് കണ്ടിച്ച് കളഞ്ഞേക്കണം. അത് ഈ സാധനം തിരിച്ചിടുക. തീർത്തും കനക്കുറച്ച് തന്നെ ഈ സാധനം ഉണ്ടാക്കണേ. എപ്പോഴും ഭക്ഷണം ഉണ്ടാക്കുന്നത് നമുക്ക് പുറത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് നിന്നുകൊണ്ട് തന്നെ വേണം കഴിക്കാൻ. അതിന് കിട്ടുന്നൊരു ടേസ്റ്റും അതിന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷനും ഒന്നും നമുക്ക് വേറെ ഒരിടത്തുനിന്നും കിട്ടില്ല. ചെറുതായിട്ട് ക്യൂബായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഈ സൈസിൽ മുറിച്ചെടുക്കുക. ഒരു കിലോ തൈ ചിക്കൻ കുനുകുനാന്ന് അരിഞ്ഞത്. അതിലേക്ക് നമ്മൾ 3 മുട്ട പൊട്ടിച്ചിടുന്നു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ യോഗേട്ട്, ഫെനൽ സീഡ് പൗഡർ 1/2 ടീസ്പൂൺ, പെപ്പർ പൗഡർ 1.5 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1/2 ടീസ്പൂൺ, കൊറിയാണ്ടർ പൗഡർ 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, സിന്നമൺ പൗഡർ ഇത്തിരി, ഒരു 1/4 ടീസ്പൂൺ കാർഡമം പൗഡർ, 1.25 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇവിടെ വെക്കാം. ഹിമാലയൻ സോൾട്ട് 2 ടീസ്പൂൺ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യും എല്ലാം കൂടെ കൂട്ടിയിട്ട്. ഇതൊരു നാരങ്ങയാണുള്ളത്. ഇത് നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയ്ക്ക് പകരം വിനീഗർ ആയാലും മതി. അത് മിക്സ് ചെയ്ത് കൊടുക്കാം. സെൽഫ് റൈസിങ് ഫ്ലോർ 2 ടേബിൾ സ്പൂൺ, പ്ലെയിൻ ഫ്ലവർ 2 ടേബിൾ സ്പൂൺ. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നു 1 അവർ. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ സമയമായി. നമ്മളെപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ, എന്ത് സാധനം ഫ്രൈ ചെയ്യുമ്പോഴും കനം കൂടി, അതല്ല പൊക്കം കൂടി പാത്രത്തിൽ ഫ്രൈ ചെയ്യാവുള്ളൂ. അതല്ലെങ്കിൽ അവിടെ മുഴുവൻ തെറിച്ച് ഇടപാടാകും, വൃത്തികേടാവുക. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ പറഞ്ഞാൽ ഒരുപാട് എണ്ണ വേണ്ട, പകുതി ഭാഗം മൂടിക്കിടക്കാനുള്ള എണ്ണ മാത്രം മതി. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് കോക്കനട്ട് എണ്ണയാണ്. കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് എണ്ണ, തേങ്ങാ എണ്ണ. ഇവിടെ തണുപ്പായതുകൊണ്ട് എണ്ണയെല്ലാം കട്ട പിടിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് കോക്കനട്ട് ഓയിലൊക്കെ. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് കറക്റ്റ് ലെവലായിട്ട് ഈ കനത്തിലുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്ക് നമ്മൾ മയറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കാനൊന്നുമില്ല. കണ്ടോ, അങ്ങനെ ഒരു സ്പൂൺ ചിക്കൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഒന്നെങ്കിൽ ഒരു 2 മിനിറ്റ് ഒരു സൈഡ്, അതല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഹാഫ് ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ടാൽ മതിയാകും. ഇതിപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി തീ കുറച്ചിടണേ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഒരു ഏകദേശം ഈ കളറാകുമ്പോൾ അങ്ങ് മറിച്ചിട്ട് കൊടുത്താൽ മതി. ആയിട്ടില്ല. നല്ല മണമാണ് കേട്ടോ ഇതിന് വരുന്നത്. നല്ലൊരു വാസനയുണ്ട്. അടിപൊളിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പിള്ളേർക്കും മറ്റും ഭക്ഷണം കഴിക്കില്ലാത്തവരോ അങ്ങനെ മടിയുള്ളവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റും ചിക്കൻ പിന്നെ അവർക്ക് പൊതുവേ ഇഷ്ടമാണ് കേട്ടോ. ഇത് ചിക്കൻ മാത്രമല്ല, നമുക്ക് ഫിഷ് കൊണ്ടായാലും ഇങ്ങനെ ഉണ്ടാക്കാം. ഈവൻ വെജിറ്റബിൾസ് പോലും നമുക്കിങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയമൊന്നും പിടിക്കില്ല ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇച്ചിരി കനമുള്ള പേപ്പറിലേക്ക് എടുത്തിടാം. അടുത്ത ട്രിപ്പ് നമുക്ക് അതേപോലെ തന്നെ അതേ ഓയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു സ്പൂൺ. അത് കനം കൂട്ടിയിട്ടരുതേ. കനം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സമയം എടുക്കും ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. അതുകൊണ്ട് കനം കുറച്ച് തന്നെ ഇടുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു തട്ടുകട ഡിഷാണെന്ന് വേണം നമുക്ക് പറയാം. ഒരു ക്വിക്ക് സ്നാക്ക്, വളരെ ഫ്രഷായിട്ട് ഒരുപാട് ടൈമൊന്നും കൺസ്യൂം ചെയ്യാതെ ആൾക്കാർ വന്ന് ഓർഡർ ചെയ്യുന്നു, അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. സൂപ്പർ സാധനം കേട്ടോ. ഇതിന് മേലെ നമുക്ക് പറയാനായിട്ട് ഒന്നുമില്ല കേട്ടോ. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുട്ടയുടെ എണ്ണത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല കേട്ടോ. ഞാൻ 3 ഇട്ടത്, അതിൽ 4 ഇട്ടാലും കുഴപ്പമില്ല. യോഗോട്ടും കൂടി സ്വല്പം കൂടെ വേണം ഇട്ടു, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടവർക്ക് ഫോർവേഡ് ചെയ്യണം. വീണ്ടും കാണും വരെയും എല്ലാവർക്കും നമസ്കാരം. റൂബനും ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നോളൂ. അപ്പോൾ ചിക്കൻ അടിക്കുവാണ്, എങ്ങനെയാണെന്ന് പറയട്ടെ. It's pretty good. It has a nice chickeny flavour. You know, like you can actually taste like chicken with a bit of masala, and it's not too salty or anything, and it's quite crispy and crunchy.